അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ കയ്യിലുണ്ട്, എടുത്തുകൊണ്ട് ഓടി പോയി നമുക്കൊരു അടിപൊളി ചിത്രം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഓണർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഞാൻ ഇവിടെ പ്ലെയിൻ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പ്ലെയിൻ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ പാറ്റേൺ ഉള്ള ടിഷ്യൂ പേപ്പർ എടുത്താലും കുഴപ്പമില്ല. പ്ലെയിൻ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ കുറേ കൂടെ അല്ല ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടൊരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ മാക്സിമം ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒത്തിരി തീരെ ചെറുതായി പോയിട്ട് അത്യാവശ്യം വലുപ്പം വേണം. നമ്മൾ മലയാളികളുടെ ഒരു വികാരമല്ലേ ഓണം വരുമ്പോൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ എടുത്ത് നിറച്ച് പൂവൊക്കെ വെച്ച് ഒരുങ്ങി സുന്ദരിയാവുക എന്നുള്ളത്. അപ്പോൾ പുറത്തുള്ളവർക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ചിലവ് ചുരുക്കാനൊക്കെ ഉള്ള സൂത്രപ്പണിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറിൽ 4 പെറ്റൽസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വരച്ചിട്ട് കട്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 4 റാ വരുന്ന രീതിയിൽ നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ചധികം ഒന്നിച്ച് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പണി കുറച്ചും കൂടെ എളുപ്പമാവുമല്ലോ. അപ്പോൾ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ഓരോ ടിഷ്യൂ പേപ്പറായിട്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പറാണ്, അതുകൊണ്ട് കുറച്ച് കെയർ ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കുമ്പോൾ കീറിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ പതുക്കെ സെപ്പറേറ്റ് ചെയ്യണം ഓരോ ലെയറായിട്ട് കേട്ടോ. പിച്ചിപ്പൂവും മുല്ലപ്പൂവും ഒക്കെ കണ്ടിട്ടില്ല, എൻ്റെ ഞെട്ടൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് അത് ഡയറക്റ്റായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല, റിയലിസ്റ്റിക് പെർഫെക്ഷൻ കിട്ടില്ല. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു സൊല്യൂഷൻ ചെയ്തിട്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലീഫ് ഗ്രീൻ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ആ ഒരു ഷെയ്ഡ് എടുക്കുന്നത്. അതിന് പകരം യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂ കൊടുക്കുന്നുണ്ട്, വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊരു മിക്സ് ചെയ്ത് എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന ഒരു സൊല്യൂഷനാക്കി എടുത്ത ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 2 എൻഡും ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് പിരിച്ചെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഞെട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫിംഗറിൽ ഈ ഒരു സൊല്യൂഷൻ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ശരിക്കുള്ള പിച്ചിപ്പൂവിൻ്റെ ലുക്കിൽ ഒരെണ്ണം കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ കുറച്ചധികം നമുക്ക് ചെയ്തെടുക്കാമേ. ഫ്ലവറിൻ്റെ ഞെട്ടിൽ ഈ ഒരു സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ആയിപ്പോയാൽ ടിഷ്യൂ പേപ്പർ അല്ലേ, അപ്പോൾ അതനുസരിച്ചിട്ട് അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ കയ്യിൽ ഒരു വട്ടം അപ്ലൈ ചെയ്താൽ ഒരു 2-3 ഫ്ലവറിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. ആൾ പവർഫുള്ളാണ്, മണം ഇല്ലെന്നേ ഉള്ളൂ, പക്ഷേ വീണ്ടും റീയൂസ് ചെയ്യാനും പറ്റും. അതുപോലെ ചിലവും ഭയങ്കര കുറവാണ്. അപ്പം നമുക്ക് ഒരു 20 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4-5 മുറ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മാല ഓർക്കാം. അപ്പോൾ ഞാൻ ത്രെഡിലാണ് ചെയ്യുന്നത്, അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും ഒറിജിനൽ എന്നേ പറയുള്ളൂ, അല്ലെന്ന് പറയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.